നമ്മുടെ സ്വന്തം വണ്ടി കേട്ടോ. കുറച്ച് പണിയൊക്കെ ആയിട്ട് കയറ്റിയാണ്. ക്ലച്ച് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ടർബോ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഓയിൽ ലീക്ക്, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നുണ്ടാ. അപ്പോൾ നമ്മുടെ വണ്ടി പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ടർബോൻ്റെ ഒരു ഓസ് കണ്ടോ, ഈ ഇൻ്റർകൂളറിൻ്റെ ഒരു ഇൻ്റർകൂളോട് പോകേണ്ട ഒരു ഓസാണ്, ചെറിയൊരു ഓസ്, കുഞ്ഞ് ഓസാ. ഇത് പൊട്ടിയിരിക്കുന്നുണ്ട് കണ്ടോ. ഇതേ ഒരു കംപ്ലൈൻറ്റോടെ നമുക്കൊരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ എവിടെ പണിതപ്പോഴത്തേക്ക് എന്താ ടർബോ കംപ്ലൈൻ്റ് ആണ്, ടർബോ മാറ്റേണ്ടി വരുന്നൊക്കെ പറഞ്ഞു വന്ന വണ്ടിയാണ്ടാ. അപ്പോൾ നമ്മൾ ഈ ഓസ് മാത്രം മാറ്റി റെഡിയാക്കി വിട്ടു. അപ്പോൾ നിങ്ങൾ ഈ അത്യാവശ്യം പഴക്കമുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓസൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇൻ്റർകൂളറിൻ്റെ ഓസ്, അതുപോലെ ടർബോയുടെ പൈപ്പുകൾ, അങ്ങനെയുള്ള പൈപ്പുകളൊക്കെ പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ വണ്ടികളിൽ വാണിങ്, അതായത് ടർബോ ബൂസ്റ്റിംഗ് ചാർജ് കുറവെന്നൊക്കെ പറഞ്ഞ് വാണിങ് കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓസുകൾ പൊട്ടിയാലും വരും കേട്ടോ. ടർബോ കംപ്ലൈൻറ്റ് മാത്രമല്ല, ഇങ്ങനെയുള്ള ഓസുകൾ പൊട്ടിയാലും വരും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ടർബോയിലോട്ടൊക്കെ പോയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഓസൊക്കെ പൊട്ടിയിരിക്കണം, അപ്പോൾ നമ്മളിതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓസുകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാലും ടർബോ കംപ്ലൈൻറ്റിനെ കാണിക്കുക, വലിയ കുറയും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വന്ന് ടർബോയിലോട്ട് പോയാൽ മതി കേട്ടോ.